നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നു രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കുന്നതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ കർത്താവിന്റെ ദാസി കുടുംബം, അതുപോലെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശ്വരൻ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പോസ്റ്റിനകത്ത് ഞാൻ കണ്ടു 709 ദിവസം എന്ന് അറിയുവാൻ ഇടയായിത്തീർന്നു. ഇത്രയും ദിവസങ്ങൾ ഈ മീറ്റ് ഞാൻ പിന്നിട്ടുവല്ലോ, അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അത്രത്തോളം ദൈവം സഹായിച്ചല്ലോ, ഓരോ സെക്ഷനും അനുഗ്രഹമായി പോകുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവാത്മാവ് വീണ്ടും നമ്മളെ സഹായിക്കട്ടെ. നാം ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ എല്ലാ ചിന്തകളെയും, നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ, പലരും പല സ്ഥലങ്ങളിലാണ്, നമുക്ക് പൂർണ്ണമായും ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ നിലകളിലും ദൈവം നമ്മുടെ കൂടെ നിയന്ത്രിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലാണ് നാം ആക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് ഈ ഡിസംബർ മാസത്തിൽ 2025 അവസാന ദിവസങ്ങളിലേക്ക് നാം ആക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും, ഓരോ മണിക്കൂറുകളിലും, ഓരോ മിനിറ്റുകളിലും ദൈവത്തിന്റെ സാന്നിധ്യം അതുപോലെ അനുഭവിക്കുവാൻ ദൈവം നമ്മളെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ 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 മിടുക്കായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പുകഴ്ചയായിട്ടോ ഒന്നും പറയാനില്ല ദൈവമക്കളെ. ഓരോ ദിവസവും ദൈവാത്മാവാണ് നമ്മളെ വഴി നടത്തുന്നത്. ഹല്ലേലൂയ. 2025 പ്രാരംഭ സമയങ്ങളിൽ ഉണ്ടായിരുന്ന പലരും ഭൂമിയുടെ തലത്തിൽ ഇപ്പോഴില്ല. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മളെ എല്ലാം ശ്രേഷ്ഠകരമായ ദൈവം ഇവിടെ നിർത്തിയല്ലോ. അതിനെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അല്പസമയം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ കുടുംബസ്ഥരാണ്. എനിക്കും കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എന്റെ 3 കുഞ്ഞുങ്ങളിൽ ഏറ്റവും ഇളയ കുഞ്ഞ് 3.5 വയസ്സേ ആയിട്ടുള്ളൂ. അതിന്റെ കാര്യങ്ങളെല്ലാം താഴെ പാസ്റ്റർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ ഇടയിലുണ്ട്. പക്ഷേ ആ ചിന്തകളെല്ലാം വിട്ടിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഞാനും ആയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ശക്തമായി നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ഏതൊക്കെ വിഷയത്തിൽ നാം ഭാരം അനുഭവിക്കുന്നുവോ അതുമായി ഇനി മുൻപോട്ട് പോകുവാൻ ദൈവാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഏതൊക്കെ വിഷയത്തിൽ നാം ഭാരപ്പെട്ട് മുന്നോട്ട് പോകുന്നുവോ അതുമായി ഇനിയും മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പൂർണ്ണമായും ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവ സാന്നിധ്യം നമ്മളെ നിയന്ത്രിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മള് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത് ഞാൻ കണ്ടു 709 ദിവസം അല്ലേ. 709 ദിവസം ഈ മീറ്റിംഗിൽ 709 ദിവസം രാവിലെ മറ്റൊരു മീറ്റിംഗ് നടന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ദൈവത്തിന്റെ സന്നിധിയിൽ ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിൽ പോലും ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഓരോ ഡിവൈസിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ വലിയ പദ്ധതികളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ സൂക്ഷിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവകരത്തിലാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് രാത്രികാലം എല്ലാ മേഖലയിലും പരിവർത്തിക്കുവാൻ നമുക്ക് പൂർണ്ണമായി നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ശരീരം നിറയട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മുടെ മാനസിക തലങ്ങൾ നിറയട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിത പങ്കാളി നിറയട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നിറയപ്പെടട്ടെ. പൂർണ്ണമായി നമുക്ക് ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മറ്റെല്ലാ ചിന്തകളെയും നമുക്ക് അല്പസമയത്തേക്ക് വിട്ടുകളയാം. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് ഇടപെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. നമുക്കൊരു വേദഭാഗം ദൈവത്തിന്റെ സന്നിധിയിൽ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആമേൻ. പരിശുദ്ധ കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് രാത്രികാലം വായിച്ചു കേട്ട ഈ തിരുവചനം
ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അത് പ്രാവർത്തിക തലത്തിലേക്ക് എത്തിപ്പെടുവാൻ ദൈവാത്മാവ് ഞങ്ങൾക്ക് തുണ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവശക്തി ഞങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ആദ്യോടന്തം പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തയേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച എന്റെ ആത്മാവ്, ആമേൻ, ആ ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവമക്കളെ, പഴയ നിയമത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, അവിടെയെല്ലാം നമുക്ക് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും: സമാഗമന കൂടാരം, അതിനകത്തൊരു പെട്ടകം, അതിന്മേൽ ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യം. പഴയ നിയമകാലത്ത് ദൈവമക്കൾ ഒത്തിരി വില കൊടുത്തിരുന്നു. ഹല്ലേലൂയ, ഒത്തിരി വില കൊടുത്തിരുന്നു ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ. ആമേൻ. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, സിനായി മല, അതുപോലെ ചില പർവ്വതങ്ങൾ, അവിടെയെല്ലാം ദൈവം ഇറങ്ങി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന ആ നിലവാരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ലീഡർ ആയിരിക്കുന്ന മോശയോട് ദൈവത്തിന്റെ യഹോവയായ ദൈവം ഇപ്രകാരം പറയും: ഇന്ന സമയത്ത് നീ ജനത്തെ കൂട്ടി ആ പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിൽക്കണം. അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം അവിടെ പറഞ്ഞു കൊടുക്കും, കൃത്യമായി പറഞ്ഞു കൊടുക്കും. ആ സമയത്ത് യഹോവയായ ദൈവം പറയുന്ന ആ സമയത്ത് മോശ ജനങ്ങളെ നിയന്ത്രിച്ച് അവിടെ വന്ന് നിൽക്കുവാൻ ഇടയായിത്തീരും. അവിടെ ആ പർവ്വതത്തിന് മുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. പലയിടങ്ങളിലും വേദപുസ്തകത്തിൽ നിങ്ങൾ നോക്കൂ, എവിടെ നമ്മൾ നോക്കിയാലും അവിടെയെല്ലാം ദൈവസാന്നിധ്യം ഇറങ്ങുന്നതിന് പിന്നിൽ ആമേൻ ഒത്തിരി വില കൊടുക്കേണ്ടതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേൻ. ഒരു ദേവാലയത്തിൽ മണിക്കൂറുകളല്ല, ദിവസങ്ങളോളം നടന്നു വേണം അന്ന് യാത്ര ചെയ്യണമെങ്കിൽ. ചില ഒട്ടകത്തിന് പുറത്തോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ പുറത്തോ ഒക്കെ കയറി അങ്ങനെ പോകുന്ന സാഹചര്യങ്ങൾ. ആമേൻ. 2, 3, 4, 6 ദിവസങ്ങളെല്ലാം എടുത്ത് അവർ യാത്ര ചെയ്തിട്ടാണ് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ചെന്നു ചേരുന്നത്. അത് പഴയ നിയമത്തിലായിരുന്നു. ആമേൻ. സമാഗമന കൂടാരത്തെ കുറിച്ച് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദൈവമക്കളെ. അതുപോലെ പെട്ടകത്തിനകത്ത് ഇറങ്ങി വന്ന, യഹോവയുടെ പെട്ടകത്തിനകത്ത് ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. അവിടെയെല്ലാം ആമേൻ പഴയ നിയമത്തിന്റെ ആമേൻ പൂർത്തീകരണത്തിലേക്ക് നാം നോക്കുമ്പോൾ അവിടെയെല്ലാം വളരെ ശക്തമായ രീതിയിൽ ദൈവാത്മാവിന്റെ ദൈവസാന്നിധ്യം ഇറങ്ങിയതിനെ കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അത് പഴയ നിയമത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു രീതിയിലായിരുന്നു അത് സംഭവിച്ചുകൊണ്ടിരുന്നത്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെയല്ല. പഴയ നിയമത്തിന് ദൈവമക്കൾ ഒരു പരിധി ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ജനങ്ങൾ ആ ദൈവസാന്നിധ്യം അനുഭവിച്ചതിനും ആ ദൈവസാന്നിധ്യം അവരിലേക്ക് ഇറങ്ങി വന്നതിനും എല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യഹോവയുടെ പെട്ടകത്തിനകത്ത് ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം, ഹല്ലേലൂയ, ഓബേദ്ഏദോം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ആ പെട്ടകം കൊണ്ടുവെക്കുകയാണ്. ആമേൻ. തന്റെ പട്ടണത്തിലേക്ക് ദാവീദിന് ആ പെട്ടകത്തെ കൊണ്ടുപോവാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ 3 മാസക്കാലം ഓബേദ്ഏദോം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ആ പെട്ടകം കൊണ്ടുവച്ചു, യഹോവയുടെ പെട്ടകം. അങ്ങനെ കൊണ്ടുവച്ചു കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിന്റെ സ്ഥിതി മാറി, ആ വ്യക്തിയുടെ സ്ഥിതി മാറി. ഹല്ലേലൂയ. അവരുടെ കുടുംബത്തിന്റെ ആ ജീവിത സാഹചര്യങ്ങളെല്ലാം ആ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, ആ പെട്ടകം തന്റെ ഭവനത്തിൽ വന്നപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വ്യതിയാനങ്ങൾ സംഭവിക്കാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാലുകൾ ആമേൻ യോർദാന്റെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അവിടെ ഒരു പാത ഒരുക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെയെല്ലാം അത്ഭുതകരമായ കാര്യങ്ങൾ ആമേൻ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ആമേൻ, ഞാൻ പറഞ്ഞു വരുന്നത് ആമേൻ പഴയ നിയമത്തിൽ അനുഭവിച്ച ആ ദൈവസാന്നിധ്യം, ആമേൻ, അത് ആഴത്തിലുള്ള ദൈവസാന്നിധ്യം തന്നെയായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു സമരിയക്കാരി സ്ത്രീയോട് പറയുകയാണ്: നിങ്ങളുടെ പിതാക്കന്മാർ ആ മലയിലും ഈ മലയിലും ദൈവത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ, അല്പം മുമ്പ് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ആമേൻ ഇന്ന സമയത്ത് നിങ്ങൾ അവിടെ കൂടി നിൽക്കണം എന്നൊക്കെയും പറഞ്ഞ് അവിടെ ഇറങ്ങുന്ന ഒരു ദൈവസാന്നിധ്യം, അവിടെ ഇറങ്ങുന്ന യഹോവയുടെ ഒരു ദൈവസാന്നിധ്യം. ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശു ആ സമരിയക്കാരി സ്ത്രീയുള്ള സംഭാഷണത്തിൽ പറയുകയാണ്: നിങ്ങളുടെ പിതാക്കന്മാർ ആ മലയിലും ഈ മലയിലും ദൈവത്തെ ആരാധിച്ചു. എന്നാൽ പുതിയൊരു തലമുറ വരുന്നു, അവർ നമസ്കാരികൾ എന്ന് അറിയപ്പെടും. അവർ ആത്മാവിലും സത്യത്തിലും എന്നെ ആരാധിക്കും. പ്രിയ ദൈവമക്കളെ, ആ ഒരു കൂട്ടത്തിൽപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി വില കൊടുത്ത്, ഒത്തിരി യാത്ര ചെയ്ത്, അല്ലെങ്കിൽ ഇന്ന സമയം
ദൈവം ആത്മാവ് പറയുന്ന ആ കൃത്യസമയത്തിനു വേണ്ടി പഴയ നിയമ ദൈവഭക്തർ ചെയ്തതുപോലെ ഒന്നും ദൈവാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നില്ല കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ഈ മീറ്റിംഗിന്റെ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസി ഓർപ്പിച്ചതുപോലെ മഹത്വത്തിന്റെ പ്രത്യാശയായ യേശുക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ആ മഹത്വത്തിന്റെ പ്രത്യാശയായ യേശുക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ആമേ, അതിനുവേണ്ടി യാത്ര ചെയ്ത് ഒരിടം വരെ പോണ്ട, 6-7 ദിവസങ്ങൾ എടുത്ത് പോണ്ട, മണിക്കൂറുകൾ യാത്ര ചെയ്ത് പോണ്ട, ഒരു പർവ്വതത്തിന്റെയും അടിവാരത്തിൽ ചെന്ന് നിൽക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ, നമ്മുടെ അകത്ത് നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തിയുടെ മുൻപിലാണ്, ഓ ജീസസ്, നാം ഇന്ന് രാത്രികാലമായി തീർന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ആമേൻ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ഒരു ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ തന്നെ ആമേൻ, ഒരു മൂകത പോലെ, ഒരു മ്ലാനത പോലെ, എല്ലാം ഒരു ശൂന്യത പോലെ, ഒന്നും കൂടി ആഴത്തിൽ പറഞ്ഞ ഒരു ശൂന്യത പോലെ അനുഭവിക്കുന്ന ചില മണ്ഡലങ്ങൾ, ഓ ഹുഡമന റിവൽഖാനഗതേ അസ്തിരീധി മനബരബൽഖൂടി ഗലക്കൗടെ ശീബബാബസ്കീര ധമൽഖൂടി ശീഗൽഖാനഗതേ ദിവിൽഖാനഗ റെഗസ്കീറി ധിമിനിവൽഖൂടി റഗൽഖാനഗതേ. ശൂന്യതകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം അവൻ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണമേ. ശീവരാധമന ബൽഖൗഡ. ശൂന്യതകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. അസ്തൽ ഭൗഡവർ ഈഥിമന ബൽഖൗഡ ബനാറഗസ്കീലി ജീവരാധമന ബര ബൽഖൗഡ ഗനഗതേ. ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ. ഷിബൽഖാനഗതേ. എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ആമേൻ, ദൈവാത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്നു, വലിഞ്ഞു മുറുകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, നമ്മളെ ഒരാൾ വലിച്ചു കെട്ടി മുറുക്കി നിർത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെ തന്നെ അമേൻ, അതുപോലത്തെ ഒരു അനുഭവം അമേൻ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ. ഇന്ന് രാത്രി കാലം ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് നൽകി തരും. ശീവരാധമന ബൽഖൗഡിബന ചൂടമാ ബൽഖാരബന ദീപൽ കാനഗതേ ശിബാരബൽ കാനഗതേ. അമേൻ. ബൈബിളിലുടനീളം നാം നോക്കിയാൽ വചനം നമ്മളെ സ്വതന്ത്രമാക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ വചനത്തിന് നമ്മളെ സ്വതന്ത്രമാക്കുവാൻ കഴിയും. അവൻ ഏത് അവസ്ഥയിലും, അവൻ ഏത് കെട്ടപ്പെട്ട അവസ്ഥയിൽ നാം ആയിരുന്നോട്ടെ, അത് ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, മറ്റു തലങ്ങളാകട്ടെ, അവിടെയെല്ലാം ശക്തമായ രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയും. കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കുന്ന അവസ്ഥകൾ ഇന്ന് അതിന് വ്യത്യാസം വരണം. ഇന്ന് അതിന് ഭേദം വരുത്തണമേ. ഓ ദൈവാത്മാവ് അതിന്മീതെ ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അവിടെയെല്ലാം പഴയ നിയമത്തിലെല്ലാം അനുഭവിച്ച ആ ദൈവസാന്നിധ്യം അല്ല പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആകപ്പാടി വലിയൊരു വ്യത്യാസം. ആമേൻ. ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നു. ആമേൻ. അവിടെയും മലമുകളിലും മലമുകളിലും ആലയത്തിനകത്ത്, യെരൂശലേം ദേവാലയത്തിനകത്തും എല്ലാം ഇറങ്ങി വന്ന ആ ദൈവസാന്നിധ്യം ഉണ്ടല്ലോ. അവൻ ആ സാന്നിധ്യം, ആ ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരൂശലേം ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ സമയത്ത് അവൻ ആലയം പുക കൊണ്ട് നിറഞ്ഞതായി നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഏതെങ്കിലും ഒരു സമയത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവസാന്നിധ്യം അല്ല പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ. എപ്പോഴും നമ്മളെ നിയന്ത്രിക്കുന്ന, എപ്പോഴും നമ്മുടെ കൂടെ ചലിക്കുന്ന ഒരു ദൈവസാന്നിധ്യം. അവൻ ഏത് മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവസാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നിലവാരത്തിലാണ് നാം ആക്കപ്പെട്ടിരിക്കുന്നത്. അവൻ ആ ദൈവത്തിന്റെ കരത്തിലാണ് നാം ആക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് പൂർണ്ണമായും ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ വേദപുസ്തകത്തിൽ നോക്കൂ. ആമേൻ. ഒന്നും അറിയാതിരുന്ന ആമീൻ മുക്കുവ ചെറുപ്പക്കാരായ ആമീൻ ആ ശിഷ്യന്മാർ, അവർ പിന്നീടാണ് കേട്ടോ ശിഷ്യന്മാരായി തീർന്നത്. മുക്കുവ ചെറുപ്പക്കാരുടെ
ഉള്ളിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യം. യേശു അവരെ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നെല്ലാം പറയുമ്പോഴും അവർക്ക് എന്താണെന്ന് പോലും അത് മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ അവിടെയെല്ലാം ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ നമുക്കത് വായിച്ചു കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമ്മളെ ആമേൻ ആകമാനം മാറ്റിയെടുക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കഴിയും. ഞാൻ എന്റെ സാക്ഷ്യങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. കാര്യം നമ്മുടെ സമയം പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. ഞാൻ ഇടയ്ക്ക് എന്റെ സാക്ഷ്യം പറയാം. എനിക്ക് ഒരാളുടെ സാക്ഷ്യം എടുത്ത് എനിക്ക് ഞാൻ മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങളെല്ലാം അത് റെക്കോർഡ് ചെയ്യുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സാക്ഷ്യങ്ങൾ എന്നെ ഒത്തിരി ജീവിപ്പിക്കാറുണ്ട്. പക്ഷേ മരണകരമായ ചില അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ വന്നു. ആ സാക്ഷ്യങ്ങൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അനേക സാക്ഷ്യങ്ങളിലൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, കർത്താവേ, എനിക്ക് സാക്ഷ്യമായിട്ട് ഒന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചില സമയങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വചന ശുശ്രൂഷയുടെ ഇടയ്ക്കെല്ലാം ഞാൻ ഇങ്ങനെ, കർത്താവ്, എനിക്ക് മാത്രം ഒരു സാക്ഷ്യമായിട്ട് വലിയ കാര്യം പറയാൻ എനിക്ക് ഇല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ ഒരു മരണകരമായ അവസ്ഥ ദൈവം നൽകി തന്ന ഒരു സാക്ഷ്യത്തിലേക്ക് എന്നെ നിർത്തുമെന്ന് ഞാൻ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരു ശോധന നമ്മുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ അവിടെ വ്യക്തമായ ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. ആമേൻ. വേദപുസ്തകത്തിൽ എവിടെ നാം നോക്കിയാലും അവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവിനെ ചിന്തിച്ചു നോക്കൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളുവാൻ സാധിക്കത്തില്ലായിരിക്കാം. പക്ഷേ ദൈവാത്മാവിൽ ആശ്രയിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ. യേശു കർത്താവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നുവെങ്കിൽ യേശു കർത്താവ് കേവലം ഒരു മനുഷ്യനായി മാത്രം നിലകൊണ്ടേനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകൂടി ഞാനത് പറയാം. യേശു കർത്താവിന്റെ മേൽ പരിശുദ്ധാത്മാവില്ലായിരുന്നുവെങ്കിൽ കേവലം ഒരു മനുഷ്യനായി മാത്രമേ കർത്താവ് നിൽക്കാൻ കഴിയത്തുള്ളൂ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയും. കാര്യം ദൈവാത്മാവ് എന്നെ മനസ്സിലാക്കി തന്നൊരു കാര്യമാണ്. യേശു കർത്താവ് ജനിച്ച് ഒരു കുറച്ചു നാൾ അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് എന്ന പോലെ പ്രാവെന്ന പോലെ ആത്മാവിന്റെ ആ ഒരു സാന്നിധ്യം അനുഭവിച്ചു. അങ്ങനെയാണ്. പക്ഷെ അപ്പോഴല്ല യേശു അനുഭവിച്ചത്. കാലങ്ങൾക്ക് മുൻപേ, എത്രയോ കാലങ്ങൾക്ക് മുന്നമേ യേശുവിന്റെ ജനനം ഇന്ന പോലെ ആയിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി പഴയ നിയമ പ്രവാചകന്മാർ മുഖാന്തരം. യേശു കർത്താവ് ആ കന്യകയിൽ ഉരുവായപ്പോൾ യേശു കർത്താവ് പിന്നീട് പുറത്ത് തന്നെ ജനനം സംഭവിച്ച പുറത്തു വന്നപ്പോൾ അവിടെ എല്ലാം പരിശുദ്ധാത്മാവിൽ തന്നെയാണ് ചലിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഒരു സമയമായപ്പോൾ, ഇത്ര വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു സ്നാന ശുശ്രൂഷയിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവ് തന്നിലേക്ക് വരികയല്ലായിരുന്നു. യേശു കർത്താവ് തന്റെ ജനനത്തിന് മുന്നമേ തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് നിന്നുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന പോലെ തന്നെ, ഹല്ലേലൂയ, ചെറിയ പ്രായം മുതലേ, ബാല്യകാലം, ശൈശവകാലം, കൗമാരകാലം, അത് കഴിഞ്ഞിട്ട് യേശുവിന്റെ പിന്നീടുള്ള കാലം, ആ സമയത്തെല്ലാം യേശു ദൈവസ്ഥാനത്തെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. വേദപുസ്തകത്തിൽ നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കുന്നു. യേശു മലമുകളിലേക്ക് കയറിപ്പോയി. യേശു വിജനമായ സ്ഥലങ്ങളിലേക്ക് വേറിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഭാഗങ്ങൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയ ദൈവമക്കളെ, ഒരു മനുഷ്യനായി നിന്നുകൊണ്ട്, ഒരു മനുഷ്യനായി യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം എന്ന് കാണിച്ചു തരികയായിരുന്നു. ഹല്ലേലൂയ. ആ ഭാഗമാണ് 8-ാം അധ്യായം 11-ാം റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 11-ാം വാക്യത്തിൽ യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്ന് ഹൈലൈറ്റ് ചെയ്ത് യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ പറയുന്നുണ്ടല്ലോ. ആ ക്രിസ്തു പ്രാപിച്ച ആത്മാവ് ഒത്തിരി വില കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാക്കുകൾ കൊണ്ട് പറയാനാകാത്ത പോലെ ക്രിസ്തുവിന് ഒത്തിരി വില കൊടുക്കേണ്ടി വന്നു. ഹല്ലേലൂയ. അങ്ങനെ വില കൊടുത്തിട്ടാണ് യേശു നമ്മളോട് പറയുന്നത്, ഈ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ്, ഞാൻ ഇങ്ങനെ പലപ്പോഴും ശുശ്രൂഷയിൽ പറയാറുണ്ട്, യേശു കർത്താവ് ഡയറക്റ്റ്ലി വന്നിട്ട് പറയുകയാണ്, ഈ ആത്മാവ് നിങ്ങൾക്ക് പറ്റും കേട്ടോ, ഈ ആത്മാവ് നിങ്ങളിലുണ്ട്, ഞാൻ ചെയ്തതിലധികം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ഈ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതുകൊണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും.
എന്ന് യേശു കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്തതിലധികം നിങ്ങൾ ചെയ്യും എന്നൊക്കെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ, നാം പെട്ടെന്ന് ചിന്തിക്കും, യേശു കർത്താവേ, അങ്ങ് കർത്താവല്ലേ, ദൈവപുത്രനല്ലേ, ഞാനൊരു മനുഷ്യനല്ലേ, കേവലം ഒരു മനുഷ്യൻ, എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും എന്ന ഒരു ചോദ്യം നമുക്ക് തോന്നിയേക്കാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നിങ്ങളോടും പറയുന്നത്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. സ്വാഭാവികമായി ഞാൻ ചോദിച്ചു പോകും. എന്നോടാണ് കർത്താവ് പറയുന്നെങ്കിൽ സ്വാഭാവികമായി ഞാൻ ചോദിച്ചു പോകും. പക്ഷേ കർത്താവ് ആമേൻ പരിശുദ്ധാത്മാവിൽ തന്നെ ഉദരത്തിലായിരുന്നു, പരിശുദ്ധാത്മാവിൽ തന്നെ തന്റെ ജനനം സംഭവിച്ചു, പരിശുദ്ധാത്മാവിൽ തന്നെ താൻ നിറയപ്പെട്ട് ശുശ്രൂഷ ചെയ്തു, പരിശുദ്ധാത്മാവിൽ തന്നെ തന്റെ ക്രൂശമരണം സംഭവിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൽ തന്നെ ചെയ്തിട്ട് ആണ് കർത്താവ് നമ്മളോട് പറയുന്നത്, ഈ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്, ഈ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഞാൻ ചെയ്തതിലും അധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഇപ്പോൾ അതിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പോവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരിടയ്ക്ക് ഒരു സമയത്ത് കർത്താവിനെ ഇരുത്തി ഇത് പഠിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. ഹസ്ബൻഡ് പാസ്റ്റർ ആണ്, ഞങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 2 വർഷത്തോട് അടുത്ത് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കൊരു തലവേദന വന്നു. തലവേദന വന്നിട്ട് എന്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വരുമായിരുന്നു. 2 മൂക്കിലും ബ്ലഡ് വരും. ബ്ലഡ് വന്നിട്ട് 13 മണിക്കൂറും 14 മണിക്കൂറൊക്കെ ബോധം നഷ്ടപ്പെടും. എറണാകുളം ലൂർദ്, എറണാകുളം സൺറൈസ്, തിരുവല്ല ഹോസ്പിറ്റലില്, കോഴഞ്ചേരി, പുഷ്പഗിരി, ഇവിടെ കാണിക്കാത്ത ലക്ഷോർ കാണിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഇവിടെ എല്ലാം സ്കാൻ ചെയ്തു, MRI സ്കാൻ, എല്ലാ ട്രീറ്റ്മെന്റ് ചെയ്തു. അതുപോലെ വെയിൻസ്, തലച്ചോറിലേക്കുള്ള അതിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനകത്തൊന്നും എനിക്കൊന്നും കാണുന്നില്ല. പക്ഷേ ആമേൻ, ഏതാണ്ട് എനിക്ക് അങ്ങനെ എന്റെ കുഞ്ഞിന് അന്നേരം കുഞ്ഞ് തീരെ ചെറുതാണ്. കുഞ്ഞിന് എനിക്ക് പാല് കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല. എന്റെ മൂത്ത കുഞ്ഞ് പാല് കുടിച്ചിട്ടില്ല. എനിക്ക് കിച്ചണിൽ കയറാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഹസ്ബൻഡിന്റെ വസ്ത്രം കഴുകി കൊടുക്കാനോ ഒരിഷ്ടപ്പെട്ട ഭക്ഷണം പാസ്റ്റിന് ഉണ്ടാക്കി കൊടുക്കുവാനോ, എന്റെ ഹസ്ബൻഡിന്റെ മാതാപിതാക്കൾ പ്രായമുള്ളവരാണ്, അവർക്കൊരു ഭക്ഷണം ഉണ്ടാക്കി അവരെ കെയർ ചെയ്യാനോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയിൽ കൂടി എനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ. അങ്ങനെ വന്നപ്പോൾ അവൻ എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു നിലവാരത്തിലേക്ക് ഞാൻ ആക്കപ്പെട്ടു. എനിക്ക് ഡിപ്രഷന്റെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയി. ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായ ഒരു ഡിപ്രഷന്റെ അവസ്ഥയിലേക്ക് പോയി. കാര്യങ്ങളൊന്നും ഓർമ്മ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഇങ്ങനെ ജീവിക്കണ്ട, ഞാൻ ഇങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട എന്ന് പോലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥ, ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ പലപ്പോഴും അല്പം ഒന്ന് ഭേദമായി തോന്നുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ ചെല്ലാം. അവിടെ ചിലപ്പോ ഒരുപക്ഷെ ഈ ബക്കറ്റും കപ്പും ഒക്കെ തട്ടിത്തെറിപ്പിച്ച് തലയിടിച്ച് പല പ്രാവശ്യം, 4ഉം 5ഒന്നും അല്ല, അതിനേക്കാളും കൂടുതൽ പ്രാവശ്യം ഞാൻ ബാത്റൂമിൽ വീണിട്ടുണ്ട്. ഹസ്ബൻഡ് ഡോറ് അകത്തുനിന്ന് അടച്ചിരിക്കുന്നത് കൊണ്ട് തുറക്കാൻ പറ്റത്തില്ലല്ലോ. ചവിട്ടി തുറന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ച് വാതിൽ തുറന്ന് ആ രീതിയിൽ എന്നെ പുറത്തെടുത്തിട്ട് കട്ടിലേക്ക് കൊണ്ടുവന്ന് എന്നെ കിടത്തി ആ രീതിയിലെല്ലാം എന്നെ ഒത്തിരി കെയർ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, അതൊന്നും എനിക്ക് എന്റെ ഓർമ്മയിലില്ല. അങ്ങനെ എടുത്ത് കിടത്തിയതൊന്നും എന്റെ ഓർമ്മയിലില്ല. 13-14 മണിക്കൂർ ഒറ്റ ഒറ്റ ഡോക്ടേഴ്സിനൊന്നും അവിടെ പറയാനില്ല. എന്റെ ബോധം തിരിച്ചു വരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയി. ഞാനിങ്ങനെ ആഗ്രഹിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട. ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവേ, മതി, യഹോവേ മതി, എനിക്ക് ഇങ്ങനൊരു ജീവിതം വേണ്ട. പക്ഷെ എന്റെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ഒത്തിരി ആലോചിച്ചു. കുഞ്ഞിനെ കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോ കുഞ്ഞിനെ നോക്കുക, അവളിന്ന് ടേക്ക് കെയർ ചെയ്യാൻ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല, ഒരു അവസ്ഥയിൽ എനിക്ക് പറ്റുന്നില്ല. കല്യാണം കഴിച്ച് 40 അല്ലെങ്കിൽ 50 വർഷത്തിന് ശേഷമുള്ള കാര്യമല്ല ഞാൻ പറയുന്നേ, കല്യാണം കഴിച്ച് 2 വർഷത്തിന് ശേഷം. ഹല്ലേലൂയ. ആ ഒരു മാനസിക ബുദ്ധിമുട്ടിലൂടെ എന്റെ ഹസ്ബൻഡ് കടന്നു പോകുന്ന സമയത്ത് എനിക്ക് ഒന്നും കണ്ടു നിൽക്കാനുള്ള ഒരു ശേഷിയില്ല. ആ സമയത്തും എന്നെ ടേക്ക് കെയർ ചെയ്ത് എന്നെ കുളിപ്പിച്ച് എനിക്ക് വസ്ത്രം ധരിപ്പിച്ച് ഫുഡ് തന്ന് അദ്ദേഹം ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമായിരുന്നു. ഹല്ലേലൂയ. അതെല്ലാം നിശ്ചലമായി കണ്ടു നിൽക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചിരുന്നുള്ളൂ. അവിടെയെല്ലാം ദൈവത്തിന്റെ ആത്മാവ് എന്നെ
നിലനിർത്തിക്കൊണ്ടിരുന്നു. പക്ഷെ എന്റെ മനസ്സ് വല്ലാതെ ഇടിയുന്നൊരു സാഹചര്യം വന്നു. ഒരിക്കൽ ഞാൻ തീരുമാനമെടുത്തു, ഇങ്ങനെ എനിക്ക് ജീവിക്കണ്ട. അങ്ങനെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഞാനൊരു എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഒരു സംഭവം എടുത്ത് കഴിക്കുകയും ആം, എന്റെ ശരീരം നിർജ്ജീവമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ICUലോട്ട് കയറ്റി. പെട്ടെന്ന് വയറിൽ നിന്ന് അത് ആ, പുറത്തേക്ക് അത് പുറന്തള്ളുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അത് ചെയ്തു. പെട്ടെന്ന് എന്നെ രക്ഷിക്കാനുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു. പെട്ടെന്ന് ICUവിൽ തന്നെ കംപ്ലീറ്റ് അതിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആ, അത് കഴിഞ്ഞ് അല്പം ഒന്ന് ഇത് വന്നപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് ചോദിച്ചു, എന്താണ് ചെയ്തത്, എന്താന്നൊക്കെ. അവിടെ ഇങ്ങനെ അവർക്ക് ഇത് വേണമല്ലോ, അവരുടെ ഫയലിൽ എഴുതി സൂക്ഷിക്കണമല്ലോ. ഹല്ലേലൂയ. അതിനിടയ്ക്ക് അതൊരു പോലീസ് സംബന്ധമായ ഒരു കേസ് അങ്ങനെ വരുമ്പോൾ കേസ് ആകുമല്ലോ. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ അതിൽ നേരിടേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ. അവിടെയെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ നിലനിർത്തുകയായിരുന്നു. ഹസ്ബൻഡ് എന്നെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, കുഞ്ഞിനെ കുറിച്ച് നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല ധന്യ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ എനിക്ക് വരുന്നില്ല അച്ചച്ച, എനിക്ക് തോന്നുന്നില്ല. ആമേൻ. ഞാൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റു മാർഗങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടെത്തില്ലേ, കുഞ്ഞിനെ നോക്കാനും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടെത്തില്ലേ. എനിക്ക് 100% അത് ഉറപ്പാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ ഈ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ ICU റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവിടെയെല്ലാം ആമേൻ അത് വലിയ ഒരു പരസ്യക്കോലമാക്കാതെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ നിയന്ത്രിക്കുകയായിരുന്നു. ഹല്ലേലൂയ. 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 പ്രിയ ദൈവമക്കളെ, ആമേൻ. ഹല്ലേലൂയ. ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടൊരു ഭാഗം ഞാൻ നിങ്ങളോടുമായി പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സമയത്ത് ആമേൻ ഒരു വചനം, ഒരു വേദഭാഗം ദൈവാത്മാവ് ഒത്തിരി എന്നെ ബലപ്പെടുത്തുന്നതിനായി തീർന്നു. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ച് പറയട്ടെ. ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്, വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് പല കാര്യങ്ങളും ഓർക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ ഓർമ്മയിൽ നിന്ന് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു കാര്യങ്ങളും എന്റെ കംപ്ലീറ്റ് ഓർമ്മയുടെ തലം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അത് നിങ്ങളോട് പറയാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡ് എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ധന്യ, നിനക്ക് എന്നെ ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട് ചച്ചാ. നമ്മുടെ കുഞ്ഞിനെ ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. അത് മതി, അത് മതി, അത് മാത്രം മതി, ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് ഫാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നോട്. അതെനിക്ക് വലിയ ഒരു ആശ്വാസമായി അന്നേരം തോന്നി. പക്ഷെ വീണ്ടും ഞാൻ പഴയ അവസ്ഥയിലേക്ക് പോകാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ പോകുന്ന ആ സമയത്ത് ആമേൻ, ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്ന് ദൈവാത്മാവ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഫിലിപ്പോസിനോട് ദൈവാത്മാവ് ഒരു കാര്യം പറയുകയാണ്, നീ ഗസക്കുള്ള നിർജ്ജന പ്രദേശത്തിലോട്ട് പോണം. ആമേൻ. അവിടെ ഒരു കാര്യം നിനക്ക് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കൾ, അങ്ങനെ പറയുമ്പോൾ ഒന്നും ആലോചിക്കാതെ ആ ഫിലിപ്പോസ് ഇറങ്ങിത്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞ ആ കാര്യം അത് ചെയ്തെടുക്കുവാൻ വേണ്ടി അദ്ദേഹം യാത്ര തിരിക്കുകയാണ്. ആ ഭാഗം ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഒരു സന്ദർഭത്തിൽ ഹല്ലേലൂയ, സ്നാനം കഴിയുകയാണ്. നമുക്ക് ആ ഭാഗങ്ങൾ അറിയാം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ആ ഷണ്ണനെ സ്നാനപ്പെടുത്തിയ ശേഷം അവൻ അങ്ങനെ ഷണ്ണൻ ആ സ്നാനം കഴിഞ്ഞ ഉടനെ പരിശുദ്ധാത്മാവ് അവിടെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. ആ 8-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം വായിക്കുമ്പോൾ, ആ സ്നാനം കഴിഞ്ഞ ഉടനെ ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ആ ഭാഗം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും അങ്ങ് കരച്ചിൽ വന്നു. അവൻ ദൈവസ്ഥാനത്തെ എന്നിലേക്ക് അങ്ങ് ഒഴുകുന്ന പോലെ എനിക്ക് തോന്നി. ഭയങ്കരമായിട്ട് എനിക്ക് കരച്ചിൽ വന്നു. അവൻ ഹല്ലേലൂയ. ആ സമയത്ത് ദൈവാത്മാവ് തന്ന ചിന്ത ഇങ്ങനെയായിരുന്നു, മറ്റു ഡ്രസ്സുകളോ ഒരു ബാഗോ അല്ലെങ്കിൽ മറ്റു ഒരു കാര്യങ്ങളും ഫിലിപ്പോസിന്റെ കയ്യിലില്ല. നീ ഗസക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് ചാടി ഇറങ്ങി ആ കാര്യം ചെയ്യാനുള്ള ധൃതിയിൽ ഫിലിപ്പോസ് ഇറങ്ങി തിരിക്കുകയാണ്. ഒരു സംഭവങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. ഒരു ബാഗോ ഡ്രസ്സോ ഒന്ന് സ്നാനം കഴിഞ്ഞതിന് ശേഷം മാറാനുള്ള ഡ്രസ്സോ ഒന്നുമില്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് എന്നെ ഒത്തിരി ടച്ച് ചെയ്യേണ്ടിയായി തീർന്നു. ദൈവാത്മാവ് പറയുകയാണ്, വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ തൽക്ഷണത്തിൽ
വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ തൽക്ഷണത്തിൽ തന്നെ ദൈവാത്മാവ് അവൻ എടുത്തുകൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വേദഭാഗം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ, അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഹല്ലേലൂയ. എത്ര ആനന്ദകരമായ ഒരു ഭാഗമാണ് ദൈവമക്കളെ അത്. അവൻ വെള്ളത്തിൽ നിന്ന് കയറി. അവൻ അദ്ദേഹം ഷണ്ണനാണ്. തേരുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മുടെ ഫിലിപ്പോസിന്റെ കയ്യിൽ ഒന്നുമില്ല. സ്നാനപ്പെടുത്താൻ പറഞ്ഞു. സ്നാനപ്പെടുത്താൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി കംപ്ലീറ്റ് നനഞ്ഞു കുതിർന്ന് നിൽക്കുകയാണ്. സ്നാനം കഴിഞ്ഞു. പക്ഷേ ദൈവാത്മാവ് പറയുന്ന കണ്ടോ, അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഹല്ലേലൂയ. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ, അല്ലെ, വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ തന്നെ പിന്നെ അവിടെ ആ നനഞ്ഞ ഡ്രസ്സുമായിട്ട് നിൽക്കാൻ ദൈവാത്മാവ് ഫിലിപ്പോസിനെ സമ്മതിച്ചില്ലെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ. എന്ത് ചെയ്യണമെന്നറിയാതെ ഊടമൽ കൗഡ റിഗസ്കി റീതിമന ഭരബൽ കൗഡ ജീബബബബബൽ കൗഡ ശിവ രഥമന ബൽക്കൗഡവന ദീപ റീതിമന ബൽക്കൗഡകന. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ജീവരഥവൽ കൗഡ റീതിമനിവൽ കൗഡകന. ചില ജീവിത സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുന്നു. മുമ്പോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ജീവരാധമന ബരബരബൽ കൗഡ ജീബബബബബബബബൽ കൗഡി ബബബബബബസ്തി ശിവരഥമന ബരബൽ കൗഡ തിബൽ കാനഗത ജീവൽ കൗഡ ജീവരാധമനബൽ കൗഡ. കർത്താവെ, അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവാത്മാവ് നിങ്ങളുടെ മനസ്സിന് ദൈവാത്മാവ് ഇത് പറയുമ്പോൾ നിങ്ങൾ വീഡിയോ ഓണാക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഓണാക്കണമേ. ആ കാര്യം ദൈവാത്മാവ് നിങ്ങളെ തൊടും. ഒരു 50 പേരുള്ള ഒരു കൂട്ടായ്മയാണെങ്കിൽ ഒരു കാര്യം ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ അത് എന്റേതാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ കരത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ജീവിത സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുന്നു. മൂത്ത ആൺ പൈതലിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സന്ദർഭം ദൈവാത്മാവ് കാണിക്കുന്നു. ആ വിഷയത്തെ, ആ പൈതലിനെ ദൈവത്തിന്റെ കരത്തിൽ ഒന്നെങ്കിൽ ഒരുപക്ഷെ ഈ മീറ്റിംഗിൽ ഇല്ലായിരിക്കാം കുഞ്ഞിനെ എവിടെയായിരുന്നാലും ദൈവസാന്നിധ്യം അവന്റെ മേലേക്ക് ഇറങ്ങുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം, മഹത്വത്തിന്റെ പ്രത്യാശയായ യേശു ക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കുന്നു എന്ന് നമ്മുടെ അരുളി ചെയ്തിട്ടുള്ള ആ ദൈവസാന്നിധ്യം ആ കുഞ്ഞിലേക്ക് ഇറങ്ങുന്നു. ശിവ രഥമന ബൽക്കൗടെ ജീവബബൽ ജീവരാധികൻ 8 വർഷമായി അമ്മ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന വിഷയം ശിവ രഥമന ബൽക്ക റബന ജീവരാധമന ബൽക്കൗടകനഗതി. ദൈവത്തിന്റെ സാന്നിധ്യം ആ വിഷയത്തിലേക്ക് ഇറങ്ങട്ടെ. ആ പൈതലിലേക്ക് ഇറങ്ങട്ടെ. എവിടെയായിരുന്നാലും ആ കുഞ്ഞിലേക്ക് ഇറങ്ങട്ടെ. ജീവരാധമന ബൽക്കൗട്. ദൈവകാര്യം ആ കുഞ്ഞിലേക്ക് ഇറങ്ങട്ടെ. ഇന്ന് രാത്രികാലം ഒരു പരിപൂർണ വിടുതൽ മാനസിക തലങ്ങളിൽ ദൈവാത്മാവ് അയക്കുന്നതിനായി നന്ദി പറയുന്നു. ആൻസി എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ട് സിസ്റ്റർ. ആൻസി ജോയി ഉണ്ട്. സിസ്റ്റർ പറഞ്ഞ വിഷയം അവർക്കുള്ളതാ. ഓ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവരാധമനബരികൾ കൗഡ ശിവബബബബബ. ദൈവാത്മാവേ കരുണ തോന്നണമേ. കർത്താവിന്റെ കരാദാസിക്ക് വേണ്ടി ചലിക്കണമേ അപ്പാ. ഞങ്ങൾ ഏതുമില്ല അപ്പാ. ഇന്ന് രാത്രി കാലം ഞങ്ങൾ കണ്ണുനീരിനെ മറികടക്കാത്ത നല്ല പിതാവേ, ഇന്ന് രാത്രി കാലം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കണമേ അപ്പാ. ദൈവസ്ഥാനത്തിൽ ചലിക്കണമേ. പ്രിയ ദൈവമക്കളെ, ആമേൻ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന ആ ഫിലിപ്പോസിന്റെ ജീവിതത്തിലേക്ക് ആമേൻ സഡൻലി ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയതായി നമുക്ക് കാണാൻ കഴിയുന്നു.
ഹല്ലേലൂയ. അങ്ങനെ ഒരു എടുത്തുകൊണ്ടുപോക്ക്, ആത്മാവിലുള്ള യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അത് എത്ര ആനന്ദകരമാണെന്ന് അറിയാമോ? 2022-ലും 2023-ലും 2024-ലും 2025-ലും ഇനി 2026-ലോട്ടെല്ലാം അമേൻ ഒരേപോലത്തെ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് പോകാൻ ദൈവാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രിയ കർത്താവിന്റെ ദാസനെ, കർത്താവിന്റെ ദാസിയെ, ആമേൻ, നിങ്ങളെ കുറിച്ച് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നില്ല. നമ്മളെ കുറിച്ചെല്ലാം ആമേൻ ശ്രേഷ്ഠകരമായ ഭയങ്കര പദ്ധതികളാ ദൈവത്തിനുള്ളത്. ഭയങ്കര പദ്ധതികളാ ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി സൂം മീറ്റിംഗിൽ അല്ല ഡയറക്റ്റ് മീറ്റിംഗുകൾ ഒരുമിച്ച് ദൈവകൃപയാൽ ശുശ്രൂഷിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഈ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന സഹോദരി എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് പ്രിയ സിസ്റ്ററെ, പ്രിയ ബീനസ്ട്രെ, പ്രിയ ഒരു ഭയങ്കര ഒരു ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് പോയി. അപ്പൊ ഞാൻ എന്നെ തന്നെ ഒന്ന് ഓണാക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നെ തന്നെ ഒന്ന് ഡയറക്റ്റ് കാണുന്നത് ശരിയാണെന്ന് അറിയാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി വീഡിയോ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്തു. പക്ഷെ ആ ദൈവസ്ഥാനത്തിനകത്ത് ഭയങ്കര ഒരു ആ സിസ്റ്റർ ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവസാന്നിധ്യം നന്നായി അനുഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ കൂട്ടായ്മയ്ക്കകത്ത് ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും കേട്ടോ. ഓ ജീസസ്, ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഭയങ്കര വലിയ കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ചെയ്തെടുക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പദ്ധതി, ദൈവത്തിന് ഭയങ്കര പദ്ധതികളുണ്ട്. ആമേൻ. നമുക്ക് ആമേൻ ദൈവസാന്നിധ്യം നമ്മുടെ ബുദ്ധിക്കകത്തോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അകത്ത് നാം സംസാരിക്കുമ്പോൾ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവസ്ഥാനം നമുക്ക് എല്ലായ്പ്പോഴും അല്ല കേട്ടോ, എല്ലായ്പ്പോഴും എനിക്കത് അനുഭവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ചില സമയങ്ങളിൽ എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി മീറ്റിങ്ങിനെ മുമ്പോട്ട് കൊണ്ടുപോകും. ചില വിദേശ രാജ്യങ്ങളുമായി അമേൻ വലിയ കണക്ഷൻസുകൾ ഉണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തുള്ള രാജ്യങ്ങളുമായി ഈ മീറ്റിംഗ് കണക്ട് ആവും. ഈ മീറ്റിംഗ് ഒത്തിരി പേര് ഇതിലേക്ക് കണക്ട് ആവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു കണക്ഷനിലേക്ക് ദൈവാത്മാവ് ഇതിനെ കൂട്ടിവരുത്തും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മളെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഹല്ലേലൂയ. ഏത് നിലവാരത്തിൽ നാം ആയിരുന്നാലും അവിടെയെല്ലാം നമ്മളെ ശക്തമായി നിലനിർത്താൻ കഴിയുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അവൻ ദൈവാത്മാവ് ഇറങ്ങി വന്ന് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ലാസറിന്റെ കാര്യത്തിൽ ലാസറിന്റെ സഹോദരിമാർ ആഗ്രഹിച്ചു, കർത്താവെ, ദീനമായി കിടന്ന ആ സമയത്ത് കർത്താവെ നീ ഉണ്ടായിരുന്നെങ്കിൽ ആമേൻ, എന്റെ ആങ്ങൾക്ക് ഇത് വരത്തില്ലായിരുന്നു, എന്റെ സഹോദരന് സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷേ ആ ദീനമായി കിടന്ന ഒരു സാഹചര്യത്തിൽ നിന്നെ സൗഖ്യമാക്കി അതൊരു സാക്ഷ്യമായി തീരാനല്ല കർത്താവ് ലാസറിനെ കുറിച്ച് ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. അതിനേക്കാൾ ഉപരി ആമേൻ കർത്താവിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ശോധനകൾ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ദൈവാത്മാവ് ആരോട് വ്യക്തമായി പറയുന്നു, ഡിലേ ആയി കിടക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഡിലേ ആയി കിടക്കുന്ന താമസം വന്ന് നിൽക്കുന്ന, ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അത് ഡിലേ ആയി തന്നെ കിടക്കുന്ന ഒരു വിഷയം. ഉടാ രഥമന ബൽഖൗ രീതി മനബര വരബൽ കൗഡ ശിവാ രഥമന ബൽഖൗടെ ആമേൻ ചുടബൽ ഖാന. ഇന്ന് രാത്രി കാലം ആ വിഷയത്തിന് മധ്യേ ദൈവത്തിന്റെ ആത്മാവിൽ ചിലത് ചെയ്യുവാനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. മാസങ്ങളായി ഡിലേ ആയി കിടക്കുന്ന ആ വിഷയം. ആമേൻ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, കണ്ണുനീര് ഒഴുക്കാഞ്ഞിട്ടല്ല, പക്ഷേ എന്ത് ചെയ്തിട്ടും അതിനൊരു വ്യത്യാസം വരുന്നില്ല. അങ്ങനെ കിടക്കുന്ന ഒരു വിഷയത്തിന് മധ്യേ ദൈവാത്മാവ് ഇന്ന് രാത്രികാലം പരിവർത്തിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അതിന്മീതെ ഇറങ്ങുന്നു. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഏത് അവസ്ഥയിലും നാം ആയിത്തീർന്നാലും അവിടെയെല്ലാം ആമേൻ നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ ഒരു ഇടപെടലുകളുണ്ട്. ആമേൻ. നമ്മെ സൃഷ്ടിച്ചവനായ ആമേൻ നമ്മുടെ ദൈവത്തിന് അറിയാം നമ്മുടെ കുറവുകൾ. ഹല്ലേലൂയ. എന്റെ കുറവുകൾ, ആമേൻ, ഹല്ലേലൂയ, എനിക്ക് എത്രത്തോളം പറ്റുമെന്ന് കർത്താവിന് അറിയാം. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ മുൻപിൽ
ഞാൻ നിൽക്കത്തില്ലായിരുന്നു. ഒരാളുടെ കണ്ണിലോട്ട് നോക്കി ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതിന് ഡിപ്രഷനാണോ അതോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറയത്തില്ല, അങ്ങനെയാണോ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. ഒരാള് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ പപ്പയോ അല്ല അമ്മയോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കോളിംഗ് ബെൽ അടിച്ചോണ്ട് എനിക്ക് മനസ്സിലാവും ആര് വന്നിട്ടുണ്ടെന്ന്. ഞാൻ ഓടി മോളിലത്തെ റൂമിലോട്ട് കയറി അവിടെ ഡോർ അടിച്ച് അവിടെ അങ്ങ് ഇരിക്കും. പിന്നെ എന്റെ അനിയത്തി അനിയനൊക്കെ താഴെ ഉണ്ടാകും, അപ്പനും അമ്മയും താഴെയുണ്ട്. പിന്നെ അവരെങ്ങാനും ധന്യേന്നൊക്കെ വിളിക്കുമ്പോ പതുക്കെ പതുക്കെ ഒന്ന് ഇറങ്ങി താഴെ വന്ന് മനസ്സില്ലാ മനസ്സോടെ ഒന്ന് മുഖം കൊടുത്തിട്ട് അങ്ങ് പോകും. അല്ലെങ്കിൽ പിന്നെ അമ്മ വഴക്ക് പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ജീവിത കാര്യങ്ങൾ. ബൈബിൾ കോളേജ്, വീട്, വീട്, ബൈബിൾ കോളേജ്, അങ്ങനെയൊക്കെ ഒരു മനുഷ്യനായിട്ടുള്ള ഒരു സമ്പർക്കങ്ങളൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു രീതിയില്ല. ഒരാളോട് ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നെ ഇങ്ങനെ ആക്കി എടുത്തതിന് പരിശുദ്ധാത്മാവിന് വലിയ പങ്കുണ്ട്. ഒന്നാമത്തെ കടപ്പാട് എനിക്ക് പരിശുദ്ധാത്മാവിനോടാണ്. രണ്ടാമത്തേത് ഞാൻ എപ്പോഴും പറയുന്നത് എന്റെ ഹസ്ബൻഡിനോടാണ്. അച്ഛൻ പറയും, നീ ഒരു പാസ്റ്ററുടെ വൈഫാണ്, ഇങ്ങനെ ശോകമൂകമായി എന്റെ കൂടെ വരണ്ടാന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പേടിച്ച് ഞാൻ മനഃപൂർവ്വമായി കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയിട്ട് വർത്താനം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും. ആന്റി പ്രൈസ് ലോർഡ്, എന്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ അങ്ങ് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ അങ്ങ് പഠിക്കാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, അതൊക്കെ വേറെ പഠിത്തങ്ങളായിരുന്നു. പക്ഷേ ആമേൻ, ദൈവാത്മാവ് എന്നെ ഇങ്ങനൊരു ശോധനയിൽ കൂടി കടത്തിവിട്ട് എന്നെ പരിപൂർണമായും ടോട്ടലി ചേഞ്ച് ആവെന്ന് പറയില്ലേ, അങ്ങനെ എന്നെ പരിപൂർണമായി മാറ്റിയെടുത്തു. ഹല്ലേലൂയ. എനിക്ക് 3 കുഞ്ഞുങ്ങളാ. ആ 3 കുഞ്ഞുങ്ങളാ. അവരുടെ ചെറിയ പ്രായത്തിലൊന്നും അവര് വേണ്ടുന്ന പോലെ വാത്സല്യം കൊടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു മനോഭാവം ദൈവാത്മാവ് കൊടുത്തു. ഇപ്പൊ മൂത്ത മോൻ 9ൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 5ൽ പഠിക്കുന്നു, മൂന്നാമത്തെ പെൺകുഞ്ഞ് 3.5 വയസ്സാണ്. ഹല്ലേലൂയ. അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം അവർ ടോട്ടലി അങ്ങ് ഫ്രീ ആയിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇളയ കുഞ്ഞിനെ നോക്കുന്ന അവരാണ്. അവർ കംപ്ലീറ്റ് ഒരു അമ്മയില്ലാതെ എങ്ങനെ ജീവിക്കാം, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന രീതിയിൽ അവരിപ്പോ ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം. അങ്ങനെ പോലും ദൈവാത്മാവ് അവരെ മാറ്റിയെടുത്തു. ഞങ്ങളുടെ ശുശ്രൂഷയിൽ കംപ്ലീറ്റ് മറ്റു കാര്യങ്ങൾ, മൈക്കിന്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും മൂത്ത ആളാ ചെയ്യുന്നേ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ദൈവമക്കളെ. ഒരു ശോധന വന്നപ്പോൾ ആ ലാസറിന്റെ പെങ്ങള് പറഞ്ഞതുപോലെ, ആമേൻ, അവരുടെ സഹോദരിമാർ പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞു പോയി. എന്നാൽ ഹല്ലേലൂയ, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. പക്ഷേ എന്റെ ജീവിതത്തിൽ വന്ന ശോധനകൾ, ആമേൻ, ദൈവാത്മാവ് എന്നെ എടുത്തു പണിയുകയായിരുന്നു, ഞങ്ങളെ എടുത്തു പണിയുകയായിരുന്നു. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയിൽ കൂടി നാം കടന്നു പോയാലും അവിടെ എല്ലാം ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യാനുണ്ട്. എന്നോട് ദൈവാത്മാവ് ഒരു പേര് തന്നെ വീണ്ടും കാണിക്കുന്നു. നമ്മുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നേരത്തെ ദൈവാത്മാവ് ഓർപ്പിച്ച ആ കാര്യത്തിലേക്ക് വന്നപ്പോൾ തന്നെയാണ് ഫ്ലോറിഡ. ഫ്ലോറിഡ എന്ന് പറയുന്ന ഒരു സ്ഥലം, വിദേശ രാജ്യമല്ലേ ഫ്ലോറിഡ. ആ ഒരു ഭാഗമായി ഒരു കണക്ഷൻ ഈ മീറ്റിംഗുമായി സംഭവിക്കും കേട്ടോ. അതിന് ഒത്തിരി ദൂരെയല്ല, എത്രയും അടുത്ത് തന്നെ അത് കിടക്കുന്നു. ഫ്ലോറിഡ എന്ന് പറയുന്ന ആ സ്ഥലവുമായിട്ടൊരു കണക്ഷൻ ദൈവാത്മാവ് അതിലേക്ക് നമ്മളെ കൂട്ടിവരുത്തും. ആമേൻ. ദൈവാത്മാവ് ഈ മീറ്റിങ്ങിനെ വിശാലതയിലേക്ക് നയിക്കും, ഇതിനെ വിപുലമാക്കും. ആമേൻ. ഇപ്പോൾ എത്ര ഡിവൈസ് ഉണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇതിനെ ഭയങ്കരമായിട്ട് അങ്ങ് വിപുലമാക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് കൃത്യമായിട്ട് അറിയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരത്തിലാണ് നാം ആക്കപ്പെട്ടിരിക്കുന്നത്. ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിനകത്താണ് നമ്മൾ വസിക്കുന്നേ. ഞാൻ പഴയ നിയമത്തിലെ കാര്യം, പുതിയ നിയമത്തിലെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ ഡിവൈസിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ദൈവസ്ഥാനത്ത് ഇറങ്ങി വന്ന കാര്യം. പക്ഷെ ഞാൻ പഴയ നിയമത്തിലേക്ക് പോയിട്ട് പുതിയ നിയമത്തിലോട്ട് വന്നത് എന്താണെന്ന് അറിയാമോ? അതിനും ഇതിനും ഇത്രയധികം വ്യത്യാസമുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞ് ആ ദൈവസ്ഥാനത്ത് വഹിക്കുന്നവരാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഭയങ്കര ഒരു ദൈവസ്ഥാനം നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. ആ ദൈവസ്ഥാനം നമ്മളെ അത് പുലർത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ശൗലായിരുന്ന പൗലോസ് സമ്മതപത്രങ്ങളെല്ലാം വാങ്ങിച്ച് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച ശൗൽ ഒരിക്കലും ചിന്തിച്ചതല്ല ഇങ്ങനെ ഒരു പൗലോസ് എന്ന സ്ഥാനത്തിലേക്ക് തന്നെ ദൈവാത്മാവ് എടുത്ത് മാറ്റുമെന്ന്. പൗലോസ് ഒരിക്കലും ചിന്തിച്ചതല്ല. ഹല്ലേലൂയ. ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കാൻ മാത്രം ഹല്ലേലൂയ ഏലിയാവ് ഉയർത്തിയത് ആ പരിശുദ്ധ അഭിഷേകമായിരുന്നു. ഹല്ലേലൂയ. ആ പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് അവരുടെ മുൻപിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു
സാധാരണ കാര്യമല്ല ദൈവമക്കളെ. ഒത്തിരി വില അവിടെ കൊടുക്കേണ്ടി വന്നു. ആമേൻ. അതിന് മാത്രം ആ വ്യക്തിയെ നിർത്തിയത്, എലിയാവിനെ നിർത്തിയത് അഭിഷേകമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിനെ ആമേൻ നമുക്ക് കാണാം. ആമേൻ. കേവലം ഒരു ആട്ടിടയ ബാലനായിരുന്ന ദാവീദിനെ നിർത്തിയത് അഭിഷേകമായിരുന്നു. ആമേൻ. രാജസ്ഥാനത്തിലേക്ക് അവനെ കയറ്റി നിർത്തിയത് അഭിഷേകമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാലം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, ആമേൻ, കർത്താവായ യേശു എന്നെ കടത്തിവിട്ട അനുഭവത്തിൽ കൂടി ഞാൻ പറയുകയാണ്, എന്തു തന്നെ ആയിരുന്നോട്ടെ, ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, അവൻ നിങ്ങളുടെ തലമുറയെ കുറിച്ച് ഒരിക്കലും നിങ്ങളുടെ വായിൽ നിന്ന്, ആമേൻ, ഒരിക്കൽ നിങ്ങളുടെ വായിൽ നിന്ന് ഇത്ര നിനക്ക് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് അതൊക്കെ പറ്റത്തുള്ളൂ, അങ്ങനെ പറയരുത്. അവൻ നിങ്ങളല്ല ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നേ. ഓ ജീസസ്, വിദ്യാഭ്യാസ സംബന്ധമായ ഒരു മേഖലയോട് ബന്ധപ്പെട്ട്, ഉപരിപഠനത്തോട് ബന്ധപ്പെട്ട് അവൻ ചെയ്യേണ്ട ഒരു കാര്യത്തിൽ അത് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന, ആമേൻ, അത് ബ്ലോക്കായി നിൽക്കുന്ന ഒരു തലം ദൈവാത്മാവ് കാണുന്നു. അവൻ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് അതിന്മീതെ പ്രവർത്തിച്ച് ആ വിഷയത്തിന് മധ്യേ ഒരു വിടുതൽ കൽപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ആ വിഷയം ഒരുപക്ഷെ സാമ്പത്തിക തലത്തിലായിരിക്കാം. ആമേൻ. എന്നിരുന്നാലും ഓ ജീസസ്, ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ ഒരു പരിധി വെക്കരുത്. അവൻ ദൈവാത്മാവാണ് നിങ്ങളുടെ കുഞ്ഞിനെ തന്നതെങ്കിൽ ദൈവാത്മാവ് അവന് വിദേശത്തേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവാത്മാവ് ആ കുഞ്ഞിനെ അവൻ വിദേശത്തേക്ക് കൊണ്ടുപോകും എന്നൊരു ആലോചന നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഡിവൈസിലായിരിക്കുന്ന ആരോടോ ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൈവാത്മാവ് അത് കൊണ്ടുപോകും. അതിന്റെ സാമ്പത്തിക നന്മ ദൈവാത്മാവ് നിങ്ങളുടെ കരുത്തിൽ തരിക തന്നെ ചെയ്യും. ഒരിക്കലും നിങ്ങളുടെ വായിൽ നിന്ന് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആ സാധ്യതയെ പിൻവലിക്കുന്ന വാക്കുകൾ, ആമേൻ, നെഗറ്റീവ് വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരരുത്. നമ്മുടെ വാക്കുകളിൽ കൂടെ അത് പുറത്തു വരരുത്. ഹല്ലേലൂയ. പിശാച് അത് കയ്യിലെടുക്കുവാൻ സാധ്യതയുണ്ട്. ആമേൻ. നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ചുള്ള വാഗ്ദത്തം, ആമേൻ, ഹല്ലേലൂയ, അത് നടക്കും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവാത്മാവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവിടെ ശക്തമായ രീതിയിൽ തന്നെ അതിന്റെ കാര്യങ്ങൾ നടക്കുവാൻ ഇടയായി തീരും. ഓ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവരാധമന വരവൽ കൗഡ ജിബബബബബബൽ കൗഡ റീതിമന വൽ കൗഡ. ഫേബ എന്നൊരു വ്യക്തിയെ ദൈവാത്മാവ് കാണുന്നു. ഫേബ, ഫേബ, ഫേബ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ. ചൂബരാധമന വരവര വൽ കൗഡ ഇവന ജീബബബബബബൽ കൗഡ ജിബരധമന വിൽ കൗഡ അസ്തര ജിബബബബബബബബബബബ സീരധമന വൽ കൗഡ. പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ പാത്രം മാത്രമല്ല എണ്ണ കൊണ്ട് നിറഞ്ഞത്, മറ്റു ഭവനങ്ങളിലെ പാത്രം കൂടെ എണ്ണ കൊണ്ട് നിറഞ്ഞതുപോലൊരു നിറവിന്റെ അനുഭവത്തിലേക്ക് മകളെ നിന്ന ദൈവാത്മാവ് കൂട്ടിവരുത്തുന്നു. അസ്തൽ പൗഡ ജിവ രഥമന ബൽക്കൗ ദിബര ദീപരാത്മന ബരബര ബൽക്കൗഡ ഷീബ ബബബബ ബൽക്കൗഡ ഷീബരാത്മന ബൽക്കൗഡ ദീപ ബബബബ ബൽക്കൗഡ ബറീത്മന ബൽക്കൗഡ. ഒരു വെള്ളത്തിലേക്ക് ഒരു വടി വെട്ടി എറിഞ്ഞപ്പോൾ അതിന്റെ മാറി അത് മാധുര്യമുള്ളതായി തീർന്ന പോലെ കഴിച്ചു കിടക്കുന്ന നിന്റെ അനുഭവങ്ങളിലേക്ക്, ആമേൻ, 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 മാധുര്യമായി ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. മുറിയപ്പെട്ട അവസ്ഥകൾ, ഹൃദയം മുറിയപ്പെട്ട ചില അവസ്ഥകൾ കൂടിമാന ധാമന മന മന മൽക്കൗഡ ജീബബബബബൽക്കൗഡ ഗനഗതികൾ കാനഗതെ. ദൈവാത്മാവ് അത് പണിയുന്നു. ദൈവാത്മാവ് അത് പണി. ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അസ്തരാജ മനവരവര ബൽക്കൗഡ. പ്രിയ ദൈവമക്കളെ, ഏത് ജീവിത സാഹചര്യത്തിൽ നാം ആയിരുന്നാലും അവിടെ പണിയുവാൻ ദൈവത്തിന്റെ ആത്മാവിന്, അവൻ നമ്മളെ പണിതെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് സാധിക്കും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഒരാളല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഒരാളെ അല്ല. എന്നാൽ എന്നെ ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അനേക ഇടങ്ങളിലേക്ക് ഞാൻ വചന ശുശ്രൂഷയേക്കാൾ കൂടുതൽ എന്റെ സാക്ഷ്യമാണ് പറയുന്നത്. സാക്ഷ്യം ഒത്തിരി പേര് ജീവിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ എനിക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഏറെക്കുറെ എന്റെ സാക്ഷ്യം വചന ശുശ്രൂഷയ്ക്ക് അച്ഛന് സമയം കൊടുത്തിട്ട് ഞാൻ ഏറെക്കുറെ എന്റെ സാക്ഷ്യമാണ് പറയാറുള്ളത്. ഹല്ലേലൂയ. ഡോക്ടേഴ്സ് എല്ലാം എന്നെ കൈവിട്ടു, ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞെടുത്ത് എന്നെ
നിലനിർത്തിയത് ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യമായി ഡിപ്രഷന് മെഡിസിൻ കഴിച്ചതാണ് ഞാൻ. ഡിപ്രഷന് ഒരു ദിവസം 4 മെഡിസിൻ കഴിക്കുമായിരുന്നു. അങ്ങനെ മെഡിസിൻ കഴിച്ച് ഉള്ള നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ പോലെ നിങ്ങൾക്കറിയാലോ, നമ്മൾ മരുന്നുകൾ ഒത്തിരി ചെല്ലുമ്പോൾ നമുക്കൊരു ഒരു ഉറങ്ങിയ മയങ്ങിയ അവസ്ഥ വരും. അങ്ങനെ നിന്ന അവസ്ഥയിൽ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നെല്ലാം എന്നെ നിലനിർത്തിയത് ദൈവസാന്നിധ്യമായിരുന്നു. ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലാക്കിയത്, ദൈവമേ, മാനസിക തലങ്ങളിൽ താളം തെറ്റിയവരുടെ അവസ്ഥകൾ ഞാൻ നേരിട്ട് കണ്ടു. കർത്താവേ, ഞാൻ അവിടെ കരഞ്ഞുപോയി. ഒന്നും ഇല്ലപ്പാ, പക്ഷെ ഇങ്ങനെയുള്ള മനസ്സിന്റെ താളം തെറ്റിയവർ ഒത്തിരി 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 വലിയവരാ, പണമുള്ളവരാ, ജീവിത സൗഭാഗ്യങ്ങളുള്ളവരാ, വലിയ മക്കളൊക്കെ പുറത്തുള്ളവരാ. പക്ഷേ ഞാൻ കണ്ടു, ശരിയായ നിലപാടുകൾ ഞാൻ അവിടെ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം യഥാസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ദൈവം പരിപാലിച്ചു കൊണ്ടുപോകുന്നല്ലോ. പ്രിയ ദൈവമക്കളെ, എന്റെ മുമ്പിൽ അധികം സമയമില്ല. ദൈവസ്ഥാനം ഒന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അവൻ ദൈവസ്ഥാനത്തിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ദൈവാത്മാവ് അങ്ങ് കൊണ്ടുപോയിക്കോളും. ഫിലിപ്പോസിനോട് ദൈവാത്മാവ് പറഞ്ഞു, ഇന്ന കാര്യം നീ ചെയ്യാൻ പറഞ്ഞു. ആ കാര്യം ഫിലിപ്പോസ് കൃത്യതയോടെ ചെയ്തു കഴിഞ്ഞ് തീർന്നുള്ളൂ. വെള്ളത്തിൽ നിന്ന് അങ്ങ് കയറി വന്ന് അവിടെ നിൽക്കുവാണ്. ആ സമയത്താണ് ഫിലിപ്പോസിന്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോയത്. ആമേൻ, ഹല്ലേലൂയ. ദൈവാത്മാവ് നിങ്ങളെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. ദൈവാത്മാവ് നിങ്ങളെ എടുത്തുകൊണ്ട്, ഞാൻ വെറുതെ പറയുന്നതല്ല. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ദൈവമക്കളെ. ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാനൊരു എറണാകുളത്ത് നിന്ന് കണ്ണൂർ വരെ പോകേണ്ട ഒരു സാഹചര്യം വന്നു. അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ ശരിയായി. ഞങ്ങൾ ഒരുമിച്ച് ഡ്രൈവ് ചെയ്താ പോയെ. അച്ഛന് പെട്ടെന്ന് കൊറോണ സമയം കൂടി ആയിരുന്നു. ഒരു പനി വന്നിട്ട് ആകെ അവശതയിലായി പോയി. എന്ത് ചെയ്യണം, വണ്ടി അവിടെ ഇട്ടിട്ട് ട്രെയിൻ കയറി വരണമെന്നോ പോലും ഞങ്ങൾ ചിന്തിച്ചു പോയി. പക്ഷേ അങ്ങോട്ട് പോയതിന്റെ, എറണാകുളം ടു കണ്ണൂർ ദൂരം അറിയാലോ, പക്ഷെ അങ്ങോട്ട് പോയതിന്റെ പകുതി അത് ഒരു ഫ്ലൈറ്റിൽ കൂടെ നമ്മൾ പറന്ന് എത്തി എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഞങ്ങൾ ഇവിടെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി ഓടിച്ച ഒരു ക്ഷീണവും അച്ഛന് ഉണ്ടായില്ല. പനിയുടെ അസ്വസ്ഥയുണ്ട്, പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ തിരിച്ചു ഭവനത്തിലെത്തി. എത്തിപ്പെടാൻ വേറെ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. കാര്യം കുഞ്ഞുങ്ങളെ വീട്ടിലാക്കിയിട്ടാ പോയെ. ആമേൻ, ഹല്ലേലൂയ. മാതാപിതാക്കളെ എടുത്താക്കിയിട്ടാ പോയെ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഏത് സാഹചര്യത്തിൽ നാം ആയിരുന്നാലും അവിടെയെല്ലാം നമ്മളെ നിലനിർത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ദൈവമക്കളെ. നിലവാരത്തിൽ നാം ആയിരുന്നാലും അവിടെയെല്ലാം നമുക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ദൈവാത്മാവ് ശക്തമായി നമ്മളെ നിലനിർത്തിക്കൊണ്ടിരിക്കും. വേദപുസ്തകത്തിലുടനീളം ഒത്തിരി കാര്യങ്ങൾ ഒന്നും നമ്മുടെ ബുദ്ധിയിലോട്ട് കയറിയില്ല എങ്കിലും ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണമേ. ഒരു കാര്യം നമ്മൾ ഒരുമിച്ച് തിരിച്ചറിയണം. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്റെ അകത്ത് വസിക്കുന്നു. ആ ആത്മാവ് എന്റെ അകത്ത് വസിക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ എന്നിൽ നിവർത്തീകരിക്കപ്പെടുകയാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കരുത്. ഒരു രോഗാവസ്ഥയിൽ കാണുമ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കരുത്. പരിപൂർണമായും ഒരു വിടുതൽ ദൈവാത്മാവ് അവിടെ ചെയ്യും. കാരണം എന്തെന്നോ, നിങ്ങളല്ല അവിടെ പ്രവർത്തിക്കുന്നത്, നിങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ മുമ്പിൽ സമയം ഏറെ ഇല്ലല്ലോ. ഞാൻ ബൈബിളിനകത്ത് കുറിച്ചു വെച്ച ഇന്ന് പകൽക്കാലം എനിക്ക് കിട്ടിയ മീറ്റിനോട് ബന്ധത്തിൽ എനിക്ക് കിട്ടി കുറിച്ചു വെച്ച കാര്യങ്ങൾ. പക്ഷെ അതൊന്നും അല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. സമയം നോക്കിയപ്പോ സമയം 9 മണി അടുക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഏതെങ്കിലും രോഗാവസ്ഥകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഡിവോഴ്സിലായിരിക്കുന്നവർ, അതുപോലെ നിങ്ങൾ പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കുന്ന മറ്റ് നിങ്ങളുടെ ആളുകൾക്ക് വേണ്ടി ഉണ്ടെങ്കിൽ അവരെയും ദൈവകരത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്തോളൂ. നിങ്ങളെ തന്നെ ദൈവത്തിന്റെ കരത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കൂ. ഹല്ലേലൂയ. നമുക്ക് പൂർണ്ണമായും ഈ 5 മിനിറ്റ് നമ്മുടെ മുമ്പിലുള്ളൂ. നമുക്ക് പൂർണ്ണമായും ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസ്ഥാനത്തിൽ നമ്മളെ നിയന്ത്രിക്കട്ടെ. ഹല്ലേലൂയ. ഈ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വചനത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മുടെ അകത്ത്, എന്റെ അകത്ത്, നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. ആ ആത്മാവിന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കാൻ സാധിക്കും. ആ ആത്മാവിന് ജീവിത പങ്കാളി, ഒറ്റയ്ക്ക് വിശ്വാസം നിൽക്കുന്ന ഒരു വ്യക്തി, ജീവിത പങ്കാളിയുടെ വിഷയമായിട്ട് ഒറ്റയ്ക്ക് വിശ്വാസം നിൽക്കുന്നു, ജീവിത പങ്കാളി വിശ്വാസത്തിലല്ല. അങ്ങനെ ആയിരിക്കുന്ന
അവർക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ തന്നെ ചലിക്കും. ഓ ജീസസ്, ഹാലലൂയ, 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 ഹാലലൂയ. ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ ചലിക്കും. കുടാ രഥമന വരവൽ കൗട ജീവൽ കാനകതെ. 2026 7-8 മാസങ്ങൾ ഒരു വഴിത്തിരിവാകുമെന്ന് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. അസ്തൽ പൗഡ ജീവരാധമന ബരബരബൽ കൗട ഗനഗതെ. ദൈവകരത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്താട്ടെ, ദൈവകരത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്താട്ടെ. പ്രിയ ദൈവമക്കളെ, ആരുടെയെങ്കിലും പേരോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കാര്യങ്ങളോ ദൈവാത്മാവ് ഡയറക്ട്ലി ഓർപ്പിച്ചിട്ടില്ല എങ്കിലും ഈ മീറ്റിങ്ങിനകത്ത് ഇതിന്റെ പ്രാരംഭ സമയം ലീഡ് ചെയ്യുന്ന ആ സഹോദരി വർഷിപ്പ് ചെയ്ത ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ തന്നെ ഒരു ആത്മാവിന്റെ പരിവർത്തനം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് എനിക്കും അതിനോട്ട് കയറിയപ്പോൾ, നിങ്ങളുടെ കൂടെ ഞാനും വന്നപ്പോഴത്തേക്കും എനിക്കും അത് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അമേൻ, അമേൻ, ഹല്ലേലൂയ. എല്ലാ വിഷയങ്ങൾക്കും മധ്യത്തിലും ദൈവത്തിന്റെ ആത്മാവിന് പരിവർത്തിക്കാൻ കഴിയും. ആ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇങ്ങനെ ഇങ്ങനെ സ്കിന്നിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില രോഗങ്ങൾ, ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചോടി 3 വ്യക്തികളെ ദൈവാത്മാവ് കാണിക്കുന്നു. 3 വ്യക്തികളെ സ്കിന്നിനോട് ബന്ധപ്പെട്ട്, സ്കിൻ അലർജി, സ്കിന്നിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില അസ്വസ്ഥതകൾ. ഉടമന ജീബബബബൽ കൗഡ ജീബരാജമന ബരബൽ കൗഡ ജിബബബൽ കൗഡ ശിബാരാധമനി വിരികൾ കാര ജീബരാധമന ബൽക്കാ റിബൻ കൗഡ ജീബബബസ്കി റിഥിമൽ കൗഡ. വസ്തു വാങ്ങാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരു വിഷയം, വസ്തുവായിട്ട് വാങ്ങാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്ന വിഷയം. അസ്താറീഥി മനബരബൽ കൗഡ ജിബബബബബബബബബബൽ കൗഡ ഷിബബബബബബബബൽ കൗഡ ഷിബബബബബബബബൽ കൗഡ ഷിബബബബബൽ കൗഡ. പ്രിയ കർത്താവിന്റെ ദാസി ബീന സിസ്റ്ററെ, ചില യാത്രകൾ 2026 5-6 മാസങ്ങൾ ചില യാത്രകൾ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. ചില യാത്രകൾ, ദൂരയാത്രകൾ ദൈവാത്മാവ് ഒരുക്കും. ദൈവം അത് ചെയ്യും. ഉടാരാധമന ബര 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 ചിലരെ സ്കാൻ ചെയ്യുന്ന വിധത്തിൽ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ചിലരെ സ്കാൻ ചെയ്യുന്ന നിലവാരത്തിൽ ഉള്ള ശുശ്രൂഷ. കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് ഒരു കാര്യം സ്കാൻ ചെയ്ത് എപ്രകാരം കാണാൻ കഴിയുമോ ആ നിലവാരത്തിലുള്ള ശുശ്രൂഷ. ഉടാരാധമനവരബൽ കൗഡ. ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താണ്. ജീവരാധമനവരബൽ കൗഡ. എവിടെയെല്ലാം നിങ്ങൾ രോഗങ്ങൾ അനുഭവിക്കുന്നുവോ, പ്രിയ ദൈവമക്കൾ, എവിടെയെല്ലാം നിങ്ങൾ രോഗങ്ങൾ അനുഭവിക്കുന്നുവോ, ദൈവത്തിന്റെ കരം നിങ്ങളുടെ തലയിലോ വയറിലോ നിങ്ങൾ വളരെ സൂക്ഷ്മമായി ആരോടും പറയാതെ നിൽക്കുന്ന ചില വിഷയങ്ങളാകട്ടെ, അതിനുമേൽ ദൈവകാര്യം ഇന്ന് പ്രവർത്തിക്കും. ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില അസ്വസ്ഥതകൾ നോർമലിലേക്ക് വരട്ടെ, നോർമൽ ആകട്ടെ, അത് നോർമൽ ആയിട്ട് വരട്ടെ, അത് നോർമലായി സംഭവിക്കട്ടെ, അതിന് ഡിലേ വരാതെ അത് നോർമലായി ശരീരത്തിന്റെ ഫങ്ഷൻ അത് നോർമലായി സംഭവിക്കട്ടെ. അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ. കാല് ഇങ്ങനെ കാൽപാദം ഇങ്ങനെ വെച്ചെടുക്കുമ്പോ, കാൽപാദം വെച്ചിട്ട് ഇങ്ങനെ എടുക്കത്തില്ലേ, കാൽപാദം വെച്ച് എടുത്ത് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും കാലിന്റെ ബാക്ക് ഭാഗത്തുനിന്ന് ഒരു പിടുത്തം പോലെ വരുന്ന അസ്വസ്ഥതകൾ ദൈവകരത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്താണ്. പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവാത്മാവേ ഇന്ന് വരുത്തണമേ. ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവേ പൂർണ്ണ സ്വാതന്ത്ര്യം അങ്ങ് വരുത്തണമേ. പൂർണ്ണ സ്വാതന്ത്ര്യം കർത്താവ് വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുടാരഥ മന 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 ശിവരാധ മന വര വല വൽക്കൗട ശിവബബബബസ്കീരിഥി മന വൽക്കൗട.
കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് വലിയ കാര്യങ്ങളെ ചെയ്യണമേ, അങ്ങ് വലിയ കാര്യങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, സമസ്ത വിഷയങ്ങളെയും അങ്ങയുടെ കാര്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്റെ ആമേൻ ഹല്ലേലൂയ, ശരീരത്തിന്റെ ഭാഗങ്ങൾക്ക് ആമേൻ അനുഭവിക്കുന്ന വ്യതകൾ കർത്താവെ, അങ്ങ് തൊട്ടവർ സൗഖ്യമായിട്ടുണ്ട്. ഞങ്ങളത് വായിച്ചറിയുന്നപ്പ. രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവെ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആ സ്ത്രീ, തന്റെ വിഷയം കർത്താവ് ഇത് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ ഒത്തിരി അവൾ വേദനിച്ചു. ആ വിഷയത്തിൽ കർത്താവിന്റെ കാര്യം പ്രവർത്തിച്ചല്ലോ. ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. തൽക്ഷണത്തിൽ സംഭവിച്ച ആ സൗഖ്യം. പ്രിയ ദൈവമക്കളെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായി, ദൈവാത്മാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നപ്പ. കർത്താവെ, ഇന്ന് രാത്രികാലം ക്ഷണത്തിലുള്ളൊരു സൗഖ്യം. ഞങ്ങൾ വ്യതകളോടെ മുന്നോട്ട് പോകാൻ ദൈവാത്മാവെ അങ്ങ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ലല്ലോ. എന്റെ മാനസിക തലത്തെ തൊട്ട, എന്റെ ശരീരത്തെ തൊട്ട, എന്റെ കുടുംബജീവിതത്തെ തൊട്ട, എന്റെ മക്കളെ തൊട്ട ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം ദൈവമക്കളിലേക്ക് ഇറങ്ങട്ടെ. പരിപൂർണ സ്വാതന്ത്ര്യം, പരിപൂർണ സ്വാതന്ത്ര്യം, പരിപൂർണ സ്വാതന്ത്ര്യം ദൈവാത്മാവേ ഇന്ന് രാത്രികാലം അങ്ങ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞ് കർത്താവ് ഇന്ന് രാത്രികാലം ഞങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ കർത്താവ് പ്രഭാതത്തിൽ ആ വിടുതലുകൾ കർത്താവ് പ്രാവർത്തിക തലങ്ങൾ ഞങ്ങൾക്ക് കണ്ട് ആനന്ദിപ്പാൻ കർത്താവ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകാര്യം ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് മീറ്റിംഗിനായി സ്തോത്രം ചെയ്യുന്നപ്പോ കർത്താവ് 109-ാമത്തെ ദിവസം കർത്താവെ കടന്നിരിക്കുന്നല്ലോ. കർത്താവ് തുടർമാനമായി നടക്കുന്ന ഈ മീറ്റിംഗ് മുഖാന്തരം അനേകർ കർത്താവ് രക്ഷയിലേക്ക് വന്ന് അനേകർ ദൈവസ്ഥാനത്തെ അനുഭവിക്കുന്നവരായി തീരുവാൻ കർത്താവ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. വലിയ ദൈവസ്ഥാനത്ത് ഇവർ അനുഭവിക്കട്ടെ. വലിയ ദൈവസ്ഥാനത്തെ അനുഭവിപ്പാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളുമായി കർത്താവ് ഒരു കണക്ട് ആക്കുന്നതിനായി സ്തോത്രം. വിദേശ രാജ്യങ്ങളുമായി ചില യാത്രകൾ ഒരുക്കുന്നതിനായി നന്ദി പറയുന്നപ്പ. ദൈവാത്മാവെ അങ്ങനെ ഓർപ്പിച്ചല്ലോപ്പ. ഞങ്ങളത് മുന്നിൽ കണ്ട് പ്രാർത്ഥിക്കുന്നു. ശക്തമായി കർത്താവ് ശുശ്രൂഷകൾ കർത്താവെ, ദൈവാത്മാവിനാൽ ചലിക്കപ്പെടുന്ന യാത്രകൾ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടു പോകുന്ന ചില നിലവാരത്തിലേക്ക്, ഓ ജീസസ് ഹല്ലേലൂയ, ചില യാത്രകൾ ഒരുങ്ങുന്നതിനായി സ്തോത്രം ചെയ്യും. കർത്താവെ, മീറ്റിംഗിലായിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവകരം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെന്നില്ലാത്ത അളവില്ലാത്ത ആ ദൈവസാന്നിധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ആ സന്തോഷത്തിന്റെ പരിപൂർണത ഞങ്ങൾ അനുഭവിക്കട്ടെ. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുന്ന ദൈവസാന്നിധ്യം, ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യം ഞങ്ങളിലേക്ക് ഇറങ്ങട്ടെ. സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കിടനായി സ്തോത്രം ചെയ്യുന്ന ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ നാമത്തിൽ തന്നെ ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന പ്രിയ കർത്താവിന്റെ ആസ്തി കുടുംബം, എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൽ എന്റെ സ്നേഹം അറിയിക്കും.